ശരി, ഇങ്ങോട്ട് നോക്കിയോ. അപ്പൊ നമുക്ക് പ്രൊജക്ടൈൽ മോഷനാണ് പഠിക്കാനുള്ളത്. പ്രൊജക്ടൈൽ മോഷൻ. ഈ പ്രൊജക്ടൈൽ മോഷന്റെ ശരിക്കുള്ള അർത്ഥം നോക്കിക്കഴിഞ്ഞാൽ മോഷൻ അണ്ടർ ഗ്രാവിറ്റി എന്നാണ് പറയേണ്ടത്. മോഷൻ അണ്ടർ ഗ്രാവിറ്റി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നമ്മൾ മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ പഠിച്ചപ്പോൾ മോഷൻ അണ്ടർ ഗ്രാവിറ്റി പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ മോഷൻ അണ്ടർ ഗ്രാവിറ്റിക്കകത്ത് സംസാരിക്കുന്ന ഒരു മോഷനായിരുന്നു പ്രൊജക്ടൈൽ മോഷൻ ശരിക്കും പറഞ്ഞു. പക്ഷെ ഇവിടെ പ്രൊജക്ടൈൽ മോഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് പ്രൊജക്ടൈൽ എന്ന് പറഞ്ഞ വാക്കുണ്ടോ? പ്രൊജക്ടൈൽ. പ്രൊജക്ടൈൽ ഈസ് എനി ബോഡി വിച്ച് ഈസ് പ്രൊജക്റ്റഡ് with some initial velocity and thereafter it moves under the influence of gravity. ഇതാ ശരിക്കും നിങ്ങളുടെ ടെക്സ്റ്റ് അല്ല എൻസിആർടി പറയുന്നത്. അതായത് പ്രൊജക്ടൈൽ എന്ന് പറഞ്ഞൊരു ബോഡി ഉണ്ട്. ആ ബോഡി കാണിക്കുന്ന മോഷനാണ് എന്ത്? പ്രൊജക്ടൈൽ മോഷൻ. എന്താ പ്രൊജക്ടൈൽ എന്ന് വെച്ചാൽ ഏതൊരു ബോഡി ആയിക്കോട്ടെ, അതൊരു കല്ലായിക്കോട്ടെ, ഒരു ബോൾ ആയിക്കോട്ടെ. നിങ്ങൾ ഒരു ഫുട്ബോൾ കിക്ക് ചെയ്യാറില്ലേ? ഫുട്ബോൾ കിക്ക് ചെയ്യുന്നതാണെങ്കിൽ, ഒരു ബാറ്റ്സ്മാൻ ബോൾ അടിക്കുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ സാധാ നമ്മൾ ക്ലാസ്സുകളിൽ എയർപന്ത് ചെറിയ വലിയ അല്ലാതെ നമ്മൾ ക്യാച്ച് കളിക്കുമായിരുന്നു. അപ്പൊ കളിക്കുമ്പോൾ അറിയാം അപ്പുറത്ത് നിൽക്കുന്ന ആൾ ബോൾ എറിഞ്ഞ് തരും, നമ്മൾ പിടിക്കും. ശരി, വീണ്ടും അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കും. അപ്പൊ ഈ പറഞ്ഞ കൂട്ട് നമ്മൾ എറിയുമ്പോൾ ഒരു ഇനീഷ്യൽ വെലോസിറ്റി വെച്ചല്ലേ നമ്മൾ പ്രൊജക്ട് ചെയ്യുന്നത് ആ ബോഡി. ശരിയാണല്ലോ. പക്ഷെ അത് പിന്നെ പോകുന്നത്, അതായത് താഴെ വരുന്നത്. മണ്ടയ്ക്ക് പോകുന്ന ബോൾ തിരിച്ച് താഴെ വരുന്നുണ്ടോ? അപ്പൊ നമുക്ക് പോകാന്നൊരു പോക്ക് അല്ല, തിരിച്ചു വരുന്നുണ്ട്. അതിന്റെ കാരണം ആരാ? ശരിക്കും പറഞ്ഞാൽ അപ്പൊ മോഷന്റെ ഗ്രാവിറ്റി തന്നെ അല്ലേ സംഭവം അല്ലെ? ഒരു ബോഡി എറിയുന്നു വിത്ത് സം ഇനിഷ്യൽ വെലോസിറ്റി ആണോ? പക്ഷെ ആഫ്റ്റർ ദാറ്റ് ആ ബോഡി ഏതിന്റെ ഇൻഫ്ലുവൻസില? അണ്ടർ ഇൻഫ്ലുവൻസ്. അപ്പം അത്തരം ഏതൊരു ബോഡിയും നിങ്ങൾക്ക് എന്ത് വിളിക്കാം? ശരിയാണോ പറഞ്ഞത്? ഏറ്റവും നല്ല എക്സാമ്പിൾ ജാവലിൻ ത്രോ. ഇവിടെ നമുക്ക് ഗോൾഡ് കിട്ടിയാണ്. അപ്പൊ ആ ജാവലിൻ ത്രോനകത്ത് നിങ്ങൾ ജാവലിൻ ത്രോ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയായിരിക്കും അല്ലെ? ഗ്രൗണ്ടിൽ നിന്ന് എറിയുക ഒരു പർട്ടിക്കുലർ ആംഗിളിലും അത് എറിയുന്നത്. അത് പ്രൊജക്ടൈൽ മോഷൻ പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലായി എന്തിനാ ഒരു പർട്ടിക്കുലർ ആംഗിളിൽ തന്നെ അത് എറിയുന്നത്. മനസ്സിലാവും. ബാക്കിയുള്ളവർക്ക് എന്തുകൊണ്ട് അത്രയും ദൂരം എറിയാൻ പറ്റിയില്ല? നമ്മുടെ ഇന്ത്യക്കാരന് മാത്രം ആരായിരുന്നു? നീരജ്. പുള്ളിക്ക് മാത്രം ഇത്രയും ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റിയതിന്റെ കാരണം ആ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ആയിരുന്നു. ആ പുള്ളിക്ക് എന്തറിയായിരുന്നു വൃത്തിയായിട്ട്? പ്രൊജക്ടൈൽ മോഷൻ. അവരൊറ്റ കാരണം കൊണ്ടാണ് പുള്ളിക്ക് എന്ത് ചെയ്യാൻ പറ്റിയത്? അത്രയും വൃത്തിയായിട്ട് ആ ജാതി അറിയാം. തമാശയല്ല, കാര്യമായിട്ട്. കാരണം ആ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ അവരെ ആദ്യം പഠിപ്പിക്കുന്ന പ്രൊജക്ടൈൽ മോഷൻ തന്നെ. അത്രയും ജാവലിൻ ത്രോ ഒക്കെ ചെയ്യുന്ന ആൾക്കാരെ ഏറ്റവും ആദ്യം പ്രൊജക്ടൈൽ മോഷന്റെ ഒരു ഐഡിയ അവർക്ക് കൊടുക്കും. അതിനകത്തുനിന്ന് മനസ്സിലാവുന്ന ഏത് ആംഗിളിൽ പ്രൊജക്ട് ചെയ്താലായിരിക്കും ഏറ്റവും കൂടുതൽ റേഞ്ച് കിട്ടുന്നത്. റേഞ്ച് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ദൂരം അറിയുക, അതാ റേഞ്ച് എന്ന് പറയുന്നത്. പറഞ്ഞാൽ മനസ്സിലായി? ചിലർ അറിയും ഒരു 1.5 ആംഗിൾ ആയിരിക്കും, നേരെ മേളിൽ പോയിട്ട് നേരെ അതുപോലെ താഴെ. ഞാൻ പറഞ്ഞാൽ മനസ്സിലായാലും അത് ആംഗിളിന്റെ പ്രശ്നം. നമുക്ക് ആംഗിൾ അറിയാമെങ്കിൽ നല്ല അടിപൊളിയായിട്ട് റേഞ്ച് കിട്ടും. ആംഗിൾ അറിയത്തില്ലല്ലോ, പോകുന്ന പോലെ താഴെ വന്നു. ശരി. അപ്പൊ any body which is projected with some initial velocity and thereafter it moves under the influence of gravity. അത്തരം ഏതൊരു ബോഡി നിങ്ങൾക്ക് എന്ത് വിളിക്കാം? ആ പ്രൊജക്ടൈൽ കാണിക്കുന്ന മോഷൻ എന്ത് വിളിക്കാം? പറഞ്ഞ മനസ്സിലായോ? ക്ലിയർ ആണല്ലോ? ഓക്കെ ആണ്, സംശയമില്ലല്ലോ. അപ്പൊ ഒരു ബോൾ ത്രോ ചെയ്യുന്നു, മനസ്സിലായോ? അല്ലെങ്കിൽ ജാവലിൻ ത്രോ ചെയ്യുന്നു ഒരു അത്ലീറ്റ്, പറഞ്ഞ മനസ്സിലായല്ലോ. ഒരു സ്റ്റോൺ ത്രോ ചെയ്യുന്നു, എന്തും ആയിക്കോട്ടെ. ഗ്രൗണ്ടിൽ നിന്ന് എറിയുന്ന ഒരു സാധനം ഗ്രൗണ്ടിൽ നിന്ന് മേളിലേക്ക് പോയി തിരിച്ച് ഗ്രൗണ്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ ആ മോഷൻ ഏതാ? ക്ലിയർ ആണല്ലോ? ഇതൊരു 2 ഡയമെൻഷണൽ മോഷൻ. ഏതാ? അതുകൊണ്ട് തന്നെയാണ് ഇത് എവിടെ പഠിക്കാൻ മോഷൻ. കാരണം അവിടെ സ്ട്രെയിറ്റ് ലൈനുള്ള മോഷൻ മാത്രമല്ലേ പറഞ്ഞു. എടാ ഒന്നീ എക്സ് ആക്സിസിലുള്ളത് അല്ലെ, പിന്നെ എന്താ പറയാം? വെർട്ടിക്കൽ ആയിട്ടുള്ള മോഷൻ അല്ലെ? അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തോളൂ. മോഷൻ സ്ട്രെയിറ്റ് ലൈനകത്ത് അവിടെ മോഷൻ ആയിട്ട് ഗ്രാവിറ്റി നമ്മൾ പറഞ്ഞു, പക്ഷെ നമ്മൾ 1 ഡയമെൻഷൻ വെച്ചുകൊണ്ട് മാത്രം പറഞ്ഞു. എ ബോൾ ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്സ് അല്ലെ, എ ബോൾ ത്രോൺ വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. അവിടെ എല്ലാം വൈ ആക്സിസ് മാത്രമുള്ളായിരുന്നു, എക്സ് ഇല്ലായിരുന്നു. അതായത് 1 ഡയമെൻഷൻ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പക്ഷെ ഇവിടെ മോഷന്റെ പ്ലെയിൻ അല്ലേ, ഇവിടെ എത്ര ആക്സിസ് വരും? 2 എക്സ് ആൻഡ് വൈ. ഇതിലുള്ള ഒരു മോഷനാണ് ഏത്? ഒരു ബോൾ ത്രോ ചെയ്യും, തിരിച്ച് ഗ്രൗണ്ടിലേക്ക് വരും. ക്ലിയർ ആയ പറഞ്ഞത്? അപ്പൊ ഇതൊരു 2 ഡയമെൻഷണൽ മോഷനാണ്, പ്രൊജക്ടൈൽ മോഷൻ. അതാണ് അടുത്ത പോയിന്റ്. ഇറ്റ്സ് എ 2 ഡയമെൻഷൻ. നോക്കാം എന്താ സംഭവിക്കുന്നത്. അതായത് ഒരു ബോൾ ഗ്രൗണ്ടിൽ നിന്ന് എറിയുന്നു, ശരിയാണോ? അത് തിരിച്ച് അവിടെ തന്നെ വരുന്നു, ശരിയാണോ? തിരിച്ച് അവിടെ തന്നെ വരുന്നു, ഗ്രൗണ്ടിൽ. ശരിയാണല്ലോ പറഞ്ഞു? അപ്പൊ ഇതാ ഒറിജിൻ അല്ലേ? ഇതേത് ആക്സിസാ? ഇതേതാ? അപ്പൊ നിങ്ങൾക്കറിയാം, നിങ്ങളൊരു ബോൾ എറിയുമ്പോഴത്തേക്ക് ആ ബോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫ്രണ്ടിലേക്ക് പോകുന്നില്ലേ?
ശരിയല്ലേ? അതുപോലെ അതായത് ഇപ്പൊ ഒറിജിനി നോക്കുവാണ്, ഇതാണ്ടേ ഇത്രയും ഹൈറ്റിൽ പോയിട്ടുണ്ട്, ശരിയാണോ പറഞ്ഞത്? അതുപോലെ എത്ര ദൂരം പോയിട്ടുണ്ടാണ്? ഇത്രയും ദൂരം ഫ്രണ്ടിലേക്ക് പോയിട്ടുണ്ട് അല്ലെ? കുറച്ച് സമയം കഴിഞ്ഞ് നോക്കുമ്പോൾ ഈ പോയിന്റ് നോക്കുമ്പോൾ ഇത്രയും മുമ്പിലേക്ക് പോയിട്ടുണ്ട് ബോള്, ഇത്രയും ഹൈറ്റിലും പോയിട്ടുണ്ട്. ഇനി കുറച്ച് സമയം കഴിഞ്ഞിട്ട് നോക്കിയതുണ്ട് ഇവിടുത്തെ ഈ ഒരു പോയിന്റ് എടുക്കും, കണ്ടേ ഇത്രയും ഹൈറ്റിൽ പോയിട്ടുണ്ട് അല്ലെ? കണ്ട് ഇത്രയും ദൂരവും പോയിട്ടുണ്ട്. അപ്പൊ ഇത്രയും ഹൈറ്റിൽ പോയി ഇത്രയും ദൂരവും പോയിട്ടുണ്ട്, ശരിയല്ലേ? ശരിയാണോ? അപ്പൊ എക്സ് ആക്സിസിൽ മോഷൻ ഉണ്ട്, വെർട്ടിക്കൽ മോഷൻ ഉണ്ട്. ആ പറയുന്ന നിങ്ങൾ എറിയുന്ന ബോൾ ഏത് പോയിന്റ് നിങ്ങൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് അവിടെ ഹൊറിസോണ്ടൽ മോഷനും ഉണ്ട്, വെർട്ടിക്കൽ മോഷനും ഉണ്ട് അല്ലെ? ആ ബോൾ അല്ലെ, ആ സ്റ്റോൺ അല്ലെ, ആ ജാവലിൻ ഫ്രണ്ടിലേക്കും പോകുന്നുണ്ട്, അറ്റ് ദ സെയിം ടൈം വെർട്ടിക്കൽ മോഷനും ഉണ്ട്. മേളിലോട്ടും താഴോട്ടും വരുന്നതെല്ലാം വെർട്ടിക്കൽ മോഷൻ. ഞാൻ പറഞ്ഞ ക്ലിയർ ആയല്ലോ? അപ്പൊ ഈ എല്ലാ പോയിന്റ്സും എടുത്തു കഴിഞ്ഞാൽ പ്രൊജക്ടൈൽ മോഷൻ നിങ്ങൾ കാണാൻ പറ്റുന്നത് അവിടെ എന്തുണ്ട്? ഹൊറിസോണ്ടൽ ആയിട്ടുള്ള മോഷനും ഉണ്ട്, വെർട്ടിക്കൽ മോഷനും ഉണ്ട്. ക്ലിയർ ആണോ? ഞാൻ പറഞ്ഞ മനസ്സിലായി? ഞാൻ വിചാരിക്കുക ഞാൻ ഈ പറയുന്ന പ്രൊജക്ടൈലിനെ ഒരു പർട്ടിക്കുലർ ആംഗിളിലാണ് പ്രൊജക്ട് ചെയ്തത്. അതിനെയാണ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എന്ന് വിളിക്കുന്നത്. നിങ്ങൾ എന്ത് വിളിക്കുന്നത്? ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ. ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ. അത് തീറ്റ അല്ലേ? ആണോ? ശരിയാണ്. ഞാൻ ഇങ്ങനെ ഇതിനെ എറിയാൻ പോവാണെങ്കിൽ ഗ്രൗണ്ടുമായിട്ടുള്ള ആംഗിൾ, അത് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ. ഞാൻ പറഞ്ഞ മനസ്സിലായി? അപ്പൊ ഈ ബോളിനെ നമ്മൾ ഇവിടുന്ന് പ്രൊജക്ട് ചെയ്യും. ഏത് ആംഗിളാണ് ഗ്രൗണ്ടുമായിട്ട്? തീറ്റ. ആ തീറ്റ ആംഗിൾ നിങ്ങൾ എന്ത് വിളിക്കണം? ആംഗിൾ ഓഫ് എന്ത് വിളിക്കണം? ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ. നിങ്ങൾ എറിയുമ്പോൾ ഒരു ഇനീഷ്യൽ വെലോസിറ്റി കൊടുത്താണല്ലോ അറിയാം. അപ്പൊ എനി ബോഡി വിച്ച് ഈസ് പ്രൊജക്റ്റഡ് വിത്ത് സം ഇനീഷ്യൽ വെലോസിറ്റി, അപ്പൊ നിങ്ങൾ ഒരു ഇനീഷ്യൽ വെലോസിറ്റി എന്ന് കൊടുക്കുമല്ലോ. അപ്പൊ ഒരു യു ഇനീഷ്യൽ വെലോസിറ്റി നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരു ബോഡിയെ പ്രൊജക്ട് ചെയ്യുന്നു, ശരിയാണോ? ഇങ്ങനെ പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് ഇനീഷ്യൽ വെലോസിറ്റി അല്ലേ? വെലോസിറ്റി സ്കെലാർ ആണോ വെക്ടർ ആണോ? വെക്ടർ അല്ലേ? ശരിയല്ലേ? അപ്പൊ ഇത് റിസോൾവ് ചെയ്യപ്പെടണ്ടേ? ഇത് സ്പ്ലിറ്റ് ചെയ്യണ്ടേ? കാരണം ഈ വെക്ടർ ഒരു തീറ്റ ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട് ഹൊറിസോണ്ടൽ വഴി. ഉറപ്പാണ് ഇവിടെ നമ്മുടെ വെക്ടർ ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞ വെക്ടർ എന്ത് ചെയ്യപ്പെടും? സ്പ്ലിറ്റ് ചെയ്യപ്പെടും അല്ലെ? റിസോൾവ് ചെയ്യപ്പെടും. ക്ലിയർ ആണല്ലോ? അങ്ങനെ ഇതിന് രണ്ട് കമ്പോണന്റ്. സിൻസ് യു ഈസ് മേക്കിംഗ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദ ഹൊറിസോണ്ടൽ, ഇവിടെ ഒരു കമ്പോണന്റ് കാണും, യുവിന് വെർട്ടിക്കൽ ആയിട്ടൊരു കമ്പോണന്റ്. എങ്ങോട്ടാണോ യു തീറ്റ ആംഗിൾ ഉണ്ടാക്കുന്നത് അങ്ങോട്ടായിരിക്കും ഹൊറിസോണ്ടൽ കമ്പോണന്റ്. അതിന് നിങ്ങൾ യു കോസ് തീറ്റ എന്ന് പറയും. എന്ത് പറയും? യു കോസ് തീറ്റ. അങ്ങനെയാണ് വെർട്ടിക്കൽ കമ്പോണന്റ് എന്ത് പറയും? യു സൈൻ തീറ്റ. ശരിയാണ്. അപ്പൊ എന്റെ കല്ലിന് യു കോസ് തീറ്റ ഉള്ളതുകൊണ്ടാണ് മുമ്പിലോട്ട് പോകുന്നത്. എന്റെ കല്ലിന് യു കോസ് തീറ്റ കിട്ടുന്നത് കൊണ്ടാണ് മുമ്പിലേക്ക് പോകുന്നത്. എന്റെ കല്ലിന് യു സൈൻ തീറ്റ കിട്ടുന്നതുകൊണ്ടാണ് വെർട്ടിക്കൽ മോഷൻ പോകുന്നത്. പറഞ്ഞ മനസ്സിലായി? ക്ലിയറാ? ക്ലിയറാ? ഇപ്പൊ മനസ്സിലായാലും എന്തുകൊണ്ടാ കല്ല് മുമ്പിലോട്ടും പോകുന്നുണ്ട് മണ്ടക്കോട്ടും പോകുന്നു? കാരണം ഇനിഷ്യൽ വെലോസിറ്റിയുടെ കമ്പോണന്റുകൾ രണ്ടുപേർക്കും കിട്ടുന്നുണ്ട്, എക്സിലും വൈയിലും. അതുകൊണ്ടാണ് എക്സിൽ കിട്ടുന്നത് ഏത് കമ്പോണന്റാ? ഇനിഷ്യൽ വെലോസിറ്റിയുടെ വെർട്ടിക്കൽ മോഷനോ? ഞാൻ പറഞ്ഞു ക്ലിയറാ? ഹിയർ തീറ്റ ഈസ് ദ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ. പ്രൊജക്ടൈൽ മോഷനിൽ തീറ്റ എന്താണെന്ന് ചോദിച്ചാൽ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ. ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളൊരു ടേം ആണ് തീറ്റ, ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ. ക്ലിയർ ആകാം? ഇനി നിങ്ങൾക്ക് പ്രൊജക്ടൈൽ മോഷനിൽ പഠിക്കാനുള്ള സാധനം എന്തൊക്കെയാണെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് മൂന്ന് കാര്യങ്ങൾ കണ്ടുപിടിച്ചാൽ 2, 3. ഒന്നാമത്തെ കാര്യം നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്, ഇവിടുന്നാണല്ലോ സ്റ്റാർട്ട് ചെയ്തത്. എന്റെ സ്റ്റോൺ അല്ല എന്റെ ജാവലിൻ അല്ല എന്തോ ആയിക്കോട്ടെ, എന്റെ ബോൾ സ്റ്റാർട്ട് ചെയ്ത ജേർണി ഇവിടുന്ന് അവസാനിക്കുന്നത് ഇവിടെ. മനസ്സിലായല്ലോ? ഈ ജേർണി നമ്മൾ ഫ്ലൈറ്റ് എന്നാ പറയുന്നത്. ഫ്ലൈറ്റ്. എടുത്ത സമയത്തിന് ടൈം ഓഫ് ഫ്ലൈറ്റ്. മനസ്സിലായി? അതായത് ദ ടോട്ടൽ ടൈം ടേക്കൺ ബൈ മൈ പ്രൊജക്ടൈൽ ടു റീച്ച് ഗ്രൗണ്ട് ബാക്ക്. അങ്ങനെ പറഞ്ഞപ്പോൾ എടാ ഗ്രൗണ്ടിൽ നിന്ന് ഞാൻ എന്റെ ബോൾ അല്ലെ സ്റ്റോൺ അല്ലെ ജാവലിൻ ഞാൻ എന്ത് ചെയ്തു? പ്രൊജക്ട് ചെയ്തില്ലേ വിത്ത് സം ഇനിഷ്യൽ വെലോസിറ്റി യു. ഗ്രൗണ്ടിൽ നിന്നാണല്ലോ എറിഞ്ഞത്, തിരിച്ച് എങ്ങോട്ടാ വരുന്നത്? എത്ര സമയം എടുത്തു ആ മോഷൻ? അതാണ് ദ ടൈം ഓഫ് ഫ്ലൈറ്റ്. യൂസ് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ ടി. യൂസ് ചെയ്യുന്ന ലെറ്റർ ഏതാ? ക്യാപിറ്റൽ ടി. പറഞ്ഞ മനസ്സിലായി? ഇതാണ് ഒന്നാമതായിട്ട് കണ്ടുപിടിക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം, ഞാൻ ഈ പറയുന്ന എന്റെ പ്രൊജക്ടൈൽ എന്ന് പറഞ്ഞ ബോഡി ഇല്ലേ, അത് പ്രൊജക്ട് ചെയ്തപ്പോൾ എത്ര മാക്സിമം ഹൈറ്റ് വരെ അത് പോയി എന്നുള്ളത്. ഡ്യൂറിങ് ഇറ്റ്സ് മോഷൻ വാട്ട് വാസ് ദ മാക്സിമം ഹൈറ്റ് അറ്റൈൻഡ് ബൈ ഇറ്റ്? മാക്സിമം ഹൈറ്റ് നിങ്ങൾക്ക് കാണുന്നുണ്ടോ? മാക്സിമം ഹൈറ്റ് കാണുന്നുണ്ടല്ലോ. ഇതാന്ന് പറഞ്ഞ ഓക്കെ അല്ലേ? ഇതാണ് മാക്സിമം ഹൈറ്റ്. ക്ലിയർ ആയോ? ഇതാണ് മാക്സിമം. കാരണം എന്റെ കല്ല് അല്ലെ ബോൾ അല്ലെ പ്രൊജക്ടൈൽ എന്ന് പറഞ്ഞ ബോഡിയുടെ മാക്സിമം ഹൈറ്റ് ആണ് ഇവിടം വരെ വരുന്നത്. അതായത് വൈയിൽ ഏറ്റവും മാക്സിമം പോകുന്നത് ആണ് ഇവിടം വരെ, ഈ പോയിന്റ് വരെ. പിന്നെ എന്ത് ചെയ്യുക? കുറയുക വൈ.
ശരിയല്ലേ? പിന്നെ ഹൈറ്റ് കുറഞ്ഞു വരുമോ? മാക്സിമം എത്ര ഹൈറ്റ് അറ്റൈൻ ചെയ്തു എൻ്റെ പ്രൊജക്റ്റ് പറഞ്ഞ മനസ്സിലാവും. അല്ല നമ്മളൊരു ബോൾ എറിയുമ്പോഴത്തേക്ക് മാക്സിമം എത്ര ഹൈറ്റ് വരെ പോയി, അതാണ് മാക്സിമം ഫ്രം ദ ഗ്രൗണ്ട്. അതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത് എച്ച്. ക്ലിയർ പറഞ്ഞ മനസ്സിലായി? ലാസ്റ്റ് ആൻഡ് ഫൈനൽ തിങ് ഇസ് കോൾഡ് റേഞ്ച്. എന്തുവാ റേഞ്ച്? ഹൊറിസോണ്ടൽ ആയിട്ട് എത്രമാത്രം ദൂരെ പോയി എന്റെ പ്രൊജക്ടൈൽ. എന്റെ പ്രൊജക്ടൈല് ഹൊറിസോണ്ടൽ ആയിട്ട് എത്ര ദൂരെ പോയെന്ന് എറിഞ്ഞപ്പം അത് എവിടാ പോയി വീണത്, ഞാൻ എവിടെയാണ് നിൽക്കുന്നത് അവിടെ നിന്നിട്ടുള്ള ദൂരം. ഞാൻ ഇവിടുന്ന് ഒരു ബോളോ അല്ലെ ഒരു ജാവലിനോ, ഇപ്പൊ ജാവലിന് ഇവിടുന്ന് എറിഞ്ഞു 89 മീറ്റർ എന്നല്ലേ നമ്മൾ പറയാറുള്ളത്, 89 അല്ലെ 90 മീറ്റേഴ്സ് എറിഞ്ഞു. അതാ റേഞ്ചാ പറയുന്നത്. എന്താ പറഞ്ഞ? ഇതിനാ പ്രൈസ് കൊടുക്കുന്നത്. റേഞ്ച് മണ്ടയ്ക്ക് പൊന്തിയനല്ല, റേഞ്ച് മാക്സിമം ആർക്കാണോ അവന് കിട്ടും പ്രൈസ്. അതായത് മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടോ, അങ്ങനെ പറയാമല്ലോ. ഹൊറിസോണ്ടൽ ആയിട്ട് മാക്സിമം എത്ര ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടോ എന്റെ പ്രൊജക്ടൈലിന്, അതിനെയാണ് ഞാൻ എന്ത് വിളിക്കുന്നത്? റേഞ്ച് ആർ. എന്തുവാ? റേഞ്ച് ആർ. ക്ലിയർ ആയി പറഞ്ഞു? ഹൊറിസോണ്ടൽ ആയിട്ട് മാക്സിമം എത്ര ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി അത്, അല്ലെ എത്ര ദൂരം എന്റെ പ്രൊജക്ടൈൽ സഞ്ചരിച്ചു ഹൊറിസോണ്ടൽ ആയിട്ട്, അതിനെ ഞാൻ വിളിക്കുന്നത് റേഞ്ച്. അപ്പൊ 3 കാര്യങ്ങളല്ലേ പ്രൊജക്ടൈൽ മോഷൻ പഠിച്ചു വെക്കേണ്ടത്. ഏതൊക്കെയാ? 2, 3. അതായത് എന്റെ മോഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം ഉണ്ടല്ലോ, പ്രൊജക്ടൈൽ മോഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം, അതിനല്ലേ എന്ത് വിളിക്കുന്നത്? പ്രൊജക്ടൈൽ എന്ന് പറയുന്ന ബോഡി അറ്റൈൻ ചെയ്യുന്ന മാക്സിമം ഹൈറ്റ്, അതിനെ എന്താ പറയുന്ന മാക്സിമം ഹൈറ്റ് എച്ച്. എന്താണ് റേഞ്ച്? റേഞ്ച് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് അല്ലെ ഡിസ്റ്റൻസ്. ഹൊറിസോണ്ടൽ ആയിട്ട് സ്ട്രേറ്റ് ആയിട്ടാണല്ലോ പറഞ്ഞത്. അപ്പം മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് അല്ലെ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ മൈ പ്രൊജക്ടൈൽ, അതാണെന്ത്? ഹൊറിസോണ്ടൽ റേഞ്ച്. ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയാറുണ്ട്, അല്ലെ വെറും റേഞ്ച് എന്ന് പറയാനും കുഴപ്പമില്ല. റേഞ്ച് ആർ. പറഞ്ഞ മനസ്സിലായി? ഈ 3 കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ഡിറൈവ് ചെയ്യാനുള്ള പരീക്ഷ. ക്ലിയർ ആണ്? ഉറപ്പാണ് ചോദിക്കും. ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന് എല്ലാം തന്നെ ഇത് ഡിറൈവ് ചെയ്യാൻ ചോദിക്കാറുള്ളൂ. CBSEക്ക് 5 മാർക്കിന് ചോദിക്കാറുണ്ട്, മറ്റേവർക്ക് 4 മാർക്ക് ക്വസ്റ്റിനായിട്ടാണ് ചോദിക്കും. 4 മാർക്കല്ല 3 മാർക്ക് ക്വസ്റ്റിനായിട്ട്. ക്ലിയർ ആണ്? അപ്പൊ ഇതിന്റെയൊക്കെ എക്സ്പ്രഷനിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം പറഞ്ഞുതരാം. 2 കാര്യങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ എളുപ്പമായിരിക്കും. നിങ്ങൾക്ക് ഇക്വേഷൻ ഓഫ് മോഷൻ അറിയാമല്ലോ. ഇക്വേഷൻ ഓഫ് മോഷൻ അറിയത്തില്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്, എക്സ് ഡയറക്ഷനിലാണ് മോഷൻ. എക്സ് ഡയറക്ഷനിലുള്ള മോഷനാണ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത്. നിങ്ങൾക്ക് 3 കൈനമാറ്റിക് ഇക്വേഷൻ യൂസ് ചെയ്യാം. ശരിയാണ്? അല്ലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം പ്ലസ് ഹാഫ്. ശരിയാണോ? അല്ലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ശരിയാണോ? ക്ലിയർ ആണോ പറഞ്ഞത്? ഇതാണ് 3 ഇക്വേഷൻ. എക്സ് ഡയറക്ഷൻ ആണ്. ഇതേ സാധനം നിങ്ങൾ വൈ ഡയറക്ഷനുള്ള മോഷനെ കൺസിഡർ ചെയ്യുന്നത് വിചാരിക്കും. പറയും ശരിയാണോ? പിന്നെ ശരിയാണ്. ഇതാണ് നിങ്ങൾക്ക് ആദ്യം അറിയേണ്ടത്. ഇതറിയില്ലെങ്കിൽ തീർന്നു. ഇതറിയത്തില്ലെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വരിക വേണ്ട. കാരണം ഇതാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഇവിടെ. മനസ്സിലാകും? നിങ്ങൾക്ക് ആദ്യത്തെ 2 എണ്ണവും വെർട്ടിക്കൽ മോഷനിൽ തന്നെ കിട്ടും. അതായത് വൈ ഡയറക്ഷനുള്ള മോഷൻ. വെർട്ടിക്കൽ മോഷൻ എന്ന് പറഞ്ഞാൽ വൈ ഡയറക്ഷനുള്ള മോഷൻ അല്ലേ? ആണല്ലോ. എക്സ് ഡയറക്ഷനുള്ള മോഷൻ അറിയാമല്ലോ, ഹൊറിസോണ്ടൽ മോഷൻ. പക്ഷെ ഹൊറിസോണ്ടൽ മോഷൻ നമ്മൾ ഒരു ഒറ്റ കാര്യത്തിന് യൂസ് ചെയ്യത്തുള്ളൂ. പറയുന്നതിനകത്ത ഹൊറിസോണ്ടൽ റേഞ്ച്. എടാ ഹൊറിസോണ്ടൽ റേഞ്ച് ഇല്ലേ, എന്റെ പ്രൊജക്ടൈൽ എത്ര ദൂരം വരെ പോയി ഹൊറിസോണ്ടൽ ആയിട്ട്, അതിനുവേണ്ടി മാത്രം ഞാൻ ഏത് മോഷൻ കൺസിഡർ ചെയ്യത്തുള്ളൂ? എക്സ് ഡയറക്ഷനുള്ള മോഷൻ. ബാക്കിയുള്ള 2 കാര്യങ്ങളും കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ ഏത് യൂസ് ചെയ്താൽ മതി? വൈ ഡയറക്ഷനുള്ള മോഷൻ കൺസിഡർ ചെയ്താൽ മതി. അല്ലെ വെർട്ടിക്കൽ മോഷൻ കൺസിഡർ ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഞാൻ പറഞ്ഞാൽ മനസ്സിലായി? കാണാപ്പാടം പഠിക്കാനാണെങ്കിൽ ഒന്ന് മനസ്സിലാകും. പ്രൊജക്ടൈൽ മോഷൻ ആദ്യം പറഞ്ഞു. ക്ലിയർ ആയി? ഈ കാര്യം ഇത്ര മനസ്സിലാകും. ശരി. ഇനി നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് 2 കാര്യം പഠിച്ചാൽ മതി. വെർട്ടിക്കൽ മോഷനിൽ എന്തൊക്കെയായിരിക്കും, ഹൊറിസോണ്ടൽ മോഷനിൽ എന്തൊക്കെയായിരിക്കും. ഏറ്റവും ആദ്യം ഹൊറിസോണ്ടൽ ആയിട്ടുള്ള മോഷൻ, അല്ലെ പറയാം എക്സ് ഡയറക്ഷനുള്ള മോഷൻ ആണോ? അല്ലെ പിന്നെ ഉള്ള ഏത് മോഷനാ? വെർട്ടിക്കൽ ആയിട്ടുള്ള മോഷൻ അല്ലെ? എന്റെ കല്ല് മണ്ടക്കോട്ട് പോകുന്നുണ്ട്. വെർട്ടിക്കൽ മോഷൻ അല്ലെ വൈ ഡയറക്ഷനുള്ള മോഷൻ. വൈ ഡയറക്ഷനുള്ള മോഷൻ. 2-3 കാര്യങ്ങൾ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേട്ടിരുന്നോ. നോക്ക്,
ഇനിഷ്യൽ വെലോസിറ്റി എക്സ് ഡയറക്ഷനിലോട്ടുള്ള എത്രയാണെന്ന് ചോദിച്ചാൽ യു കോസ് തീറ്റ അല്ലേ? എന്റെ കല്ല് ഞാൻ എറിയുക, പ്രൊജക്ട് ചെയ്യുക. കല്ല് പ്രൊജക്ട് ചെയ്യുമ്പോൾ യു ഇനിഷ്യൽ വെലോസിറ്റി കൊടുത്തല്ലേ എറിയുന്നത്. പക്ഷെ അതിൽ ഹൊറിസോണ്ടലിലോട്ട് യു കോസ് തീറ്റയിലേ കിട്ടുന്നുള്ളൂ. വെർട്ടിക്കലായിട്ടോ? അപ്പൊ ശരിക്കും ഇനിഷ്യൽ വെലോസിറ്റി എക്സ് ഡയറക്ഷനിൽ എത്ര ഉള്ളതെന്ന് ചോദിച്ചാൽ യു കോസ് തീറ്റ. ഉറപ്പിച്ചു വെക്കണ്ടായിരുന്നു, മറന്നുപോയി. എപ്പോ ചോദിച്ചാൽ ഇതേ പറയാം. ഇനി ഇനിഷ്യൽ വെലോസിറ്റി വൈ ഡയറക്ഷനിൽ കിട്ടുന്ന എത്രയാണെന്ന് ചോദിച്ചാൽ ക്ലിയർ ആയോ? ഞാൻ പറഞ്ഞത് ക്ലിയർ ആയി? ഓക്കെ ആണല്ലോ? ഓക്കെ ആണോ? ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ പ്രൊജക്ടൈലിനെ എറിയാൻ നേരം ഓരോ പോയിന്റിലും ഹൊറിസോണ്ടൽ ആയിട്ടുള്ള കമ്പോണന്റ് ഉണ്ടല്ലോ, ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഉണ്ടല്ലോ. ആ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എത്ര? ഇനിഷ്യൽ വെലോസിറ്റിയുടെ യു കോസ് തീറ്റ തന്നെയല്ലേ? യു കോസ് തീറ്റ, യു കോസ് തീറ്റ, യു കോസ് തീറ്റ. അതായത് ഏതൊരു പോയിന്റ് എടുത്താലും യു കോസ് തീറ്റ സെയിം ആയിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും, മാറില്ല. യു കോസ് തീറ്റയ്ക്ക് യാതൊരു ചേഞ്ചും ഇല്ലെന്നാ പറഞ്ഞത്. യു കോസ് തീറ്റ കുറയത്തുമില്ല, കൂടത്തുമില്ല, കോൺസ്റ്റന്റ് ആയിരിക്കും. കാരണം പറയാം, ആക്സലറേഷൻ ഇല്ല. എടാ എക്സിലോട്ട് ആക്സലറേഷൻ വല്ലതും ഉണ്ടോ? ആക്സലറേഷൻ എപ്പോഴും ആക്ട് ചെയ്യുന്ന ഡൗൺവേർഡ് അല്ലേ? അല്ലേ? എത്ര? മൈനസ് അല്ലേ? എടാ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള മോഷനിൽ എവിടെ ആക്സലറേഷൻ ഉള്ളത്? ഇല്ലല്ലോ. ഇത് മോഷൻ അണ്ടർ ഗ്രാവിറ്റിക്കകത്ത് വരുമെന്ന് ഞാൻ പറഞ്ഞു, ഈ സാധനം, ഈ മോഷൻ. അപ്പൊ ഇവിടെ ഉള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാത്രമേ ഉള്ളൂ. അത് എങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്? താഴോട്ട്, വെർട്ടിക്കലായിട്ട് ആക്ട് ചെയ്യുന്നത്. ഹൊറിസോണ്ടലായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ആക്സലറേഷൻ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആക്സലറേഷൻ ഇല്ല എക്സ് ആക്സിസിലോട്ട്. എക്സ് ആക്സിസിലോട്ട് എന്തില്ല? അതുകൊണ്ട് തന്നെ യു കോസ് തീറ്റ ഈസ് കോൺസ്റ്റന്റ്. എല്ലായിടത്തും ഹൊറിസോണ്ടൽ കമ്പോണന്റ് എത്ര തന്നെ? യു കോസ് തീറ്റ. പറഞ്ഞ മനസ്സിലാവും? ഞാൻ പറഞ്ഞ മനസ്സിലാവും? അപ്പൊ ഈ ഒരു കേസിൽ വെലോസിറ്റി എന്താന്ന് പറയാം? കോൺസ്റ്റന്റ് ആണെന്ന് പറയാം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആക്സലറേഷൻ അലോങ് എക്സ് ആക്സിസ് സീറോയാ. ആക്സലറേഷൻ ഇല്ല ബോഡിക്ക്. ഹൊറിസോണ്ടൽ ആയിട്ട് നോക്കിയാൽ ബോഡിക്ക് എന്തില്ല? ഇല്ല. ആക്സലറേഷൻ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി ഇല്ല എന്നല്ലേ? എടാ വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടായാലല്ലേ ആക്സലറേഷൻ ഉള്ളൂ. നമ്മൾ പറയുന്നു ആക്സലറേഷൻ ഇല്ലെന്ന് എക്സ് ആക്സിസിൽ. അപ്പൊ പിന്നെ എവിടുന്ന വെലോസിറ്റി ചേഞ്ച് ചെയ്യാൻ പോകുന്നത്? ചേഞ്ച് ചെയ്യത്തില്ല. അതുകൊണ്ട് വെലോസിറ്റി കോൺസ്റ്റന്റ്. യു കോസ് തീറ്റ ഈസ് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ദ മോഷൻ. ഫിക്സ് ചെയ്ത് വെക്കേണ്ട സാധനം. യു കോസ് തീറ്റയ്ക്ക് ഒരു ചേഞ്ചും ഇല്ല. തുടക്കം തൊട്ട് അവസാനം വരെ യു കോസ് തീറ്റ, യു കോസ് തീറ്റ, യു കോസ് തീറ്റ. പിന്നെ മാറ്റം എന്ത്? യു സൈൻ തീറ്റ. യു സൈൻ തീറ്റ ചേഞ്ച്. അതായത് ഒന്ന് ആലോചിച്ച് നോക്കാം. നിങ്ങൾ ബോഡി എറിയുമല്ലേ, മണ്ടക്കോട്ട് എറിയുക. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇനിഷ്യലി വെലോസിറ്റി ഇൻക്രീസസ് ഫസ്റ്റ് ആണോ? വെലോസിറ്റി ആദ്യം എന്ത് ചെയ്യും? മണ്ടക്കോട്ട് പോകുന്തോറും ഗ്രാവിറ്റി ആക്ട് ചെയ്തില്ലേ? ഗ്രാവിറ്റി ആക്ട് ചെയ്യുമ്പോൾ അവൻ പിടിച്ച് നിർത്താൻ നോക്കത്തില്ലേ? അങ്ങനെ വെലോസിറ്റി എന്ത് ചെയ്യും? കുറഞ്ഞ് മാക്സിമം ഹൈറ്റിലെത്തുമല്ലോ. അവിടെ ബോഡിയുടെ ഫൈനൽ വെലോസിറ്റി എന്തുമായിരിക്കും? സീറോ. അതായത് യു സൈൻ തീറ്റ എന്തായി പോകും? പിന്നെ ഈ വെലോസിറ്റി എന്ത് ചെയ്യും? കൂടി വരും. ഞാൻ പറഞ്ഞ മനസ്സിലാവും? അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ ഇവിടെ എറിഞ്ഞത് 4 മീറ്റർ പെർ സെക്കൻഡിലാണെന്ന് കരുതുക. 4 മീറ്റർ പെർ സെക്കൻഡ് ബോൾ എറിഞ്ഞു, അല്ലെ സ്റ്റോൺ എറിഞ്ഞു. ഇവിടെ വരുമ്പോൾ അത് 3 ആവും. പറഞ്ഞ മനസ്സിലാവും? ഇവിടെ വരുമ്പോ 2 ആവും, ഇവിടെ വരുമ്പോ 1 ആവും, പിന്നെ ഇവിടെ വരുമ്പോ പിന്നെ 1, 2, 3, 4. പറഞ്ഞ മനസ്സിലാവും? ഇപ്പൊ മനസ്സിലാവും? ക്ലിയർ ആണ്? നിങ്ങൾ ഒരു ഇനീഷ്യൽ വെലോസിറ്റി കൊടുത്താ എറിയുന്നത്. എറിയുമ്പോൾ ഈ വെലോസിറ്റി കുറഞ്ഞ് 0 ആവും, പിന്നെ വീണ്ടും കൂടി. ഞാൻ പറഞ്ഞു മനസ്സിലാവും? അപ്പൊ ശരിക്കും വെലോസിറ്റി ഇൻക്രീസസ് ഫസ്റ്റ്, then at maximum height becomes 0 and then increases. ഞാൻ പറഞ്ഞ മനസ്സിലായി? എന്റെ കല്ലിന് കിട്ടുന്ന യു സൈൻ തീറ്റയില് അത് ആദ്യം കൂടുതലാ, പക്ഷെ അത് കുറഞ്ഞ് മാക്സിമം ഹൈറ്റിൽ യു സൈൻ തീറ്റ 0, പിന്നെ കൂടിയാ വന്നു വീഴുന്നു. ക്ലിയർ ആവും? ഞാൻ പറഞ്ഞ ക്ലിയർ ആണ്? ഓക്കെ ആണെന്ന്? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിക്കേണ്ട കാര്യം. ആക്സലറേഷൻ ഇവിടെ ഉണ്ടോ? വൈ ആക്സിസിൽ ആക്സലറേഷൻ ഉണ്ടോ? ഉണ്ട്. ഇല്ലേ? ഓരോ പോയിന്റിലും ശ്രദ്ധിച്ച്, ഓരോ പോയിന്റിലും എന്റെ കല്ല് നിൽക്കുമ്പോ, അല്ലെ ബോൾ, അല്ലെ കല്ല്, ഏതൊരു ബോഡി ആവട്ടെ, താഴോട്ട് ആക്ട് ചെയ്യുന്നില്ലേ ആക്സലറേഷൻ? താഴോട്ടായിരിക്കത്തില്ലേ ആക്സലറേഷൻ? ആണോ? അതുകൊണ്ടല്ലേ ആ കല്ല് തിരിച്ച് എങ്ങോട്ട് വരുന്നത്? ആ ആക്സലറേഷൻ -g ആണെന്ന് പറഞ്ഞാൽ തെറ്റുണ്ടോ? ഇല്ല. കാരണം ആക്സലറേഷൻ താഴോട്ട്. നമ്മൾ പറഞ്ഞ എ എപ്പോഴും എങ്ങനെ എടുക്കാവും? മൈനസ് എടുക്കാവും. മോഷന്റെ ഗ്രാവിറ്റിയാണ്. എ എപ്പോഴും എങ്ങനെ എടുക്കാവും? മൈനസ്. അപ്പം AY എത്രാന്ന് ചോദിച്ചാൽ അല്ലേ?
വൈ ആക്സിസിലുള്ള ആക്സലറേഷൻ എത്ര? മൈനസ്. എക്സ് ആക്സിസിൽ ആക്സലറേഷൻ ഉണ്ടോ? 0. കാരണം യു കോസ് തീറ്റ എന്ത് ചെയ്യുന്നില്ല? കോൺസ്റ്റന്റ്. യു സൈൻ തീറ്റ ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. അപ്പൊ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തുണ്ട്? ആക്സലറേഷൻ ഉണ്ട്. ആക്സലറേഷൻ എത്രയാണെന്ന് ചോദിച്ചാൽ ക്ലിയർ ആയി. ഇത്ര ഓക്കെയാണ്, ബാക്കി എല്ലാം എളുപ്പമായി. ഇത്രയും കാര്യങ്ങൾ സെറ്റാണ്. ആണോ? നോട്ട് ചെയ്തിട്ട് ബുക്കിലോട്ട്. ഇങ്ങോട്ട് വയ്ക്കും. ഇത് നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ഡിറൈവ് ചെയ്ത് നോക്കാം. അതാണ് നമുക്ക് എക്സാമിൽ വേണ്ടത്. ഇവിടെ ശ്രദ്ധിച്ചിരുന്നോ? ഒന്നാമതായിട്ട് ഡിറൈവ് ചെയ്യേണ്ട സാധനം എന്തായിരിക്കും എന്ന് പറഞ്ഞേ? ടൈം അല്ലേ? അതിന് യൂസ് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ ടി. ശരിയാണോ? ഇതിന്റെ എക്സ്പ്രഷൻ ആദ്യമേ ഒന്ന് പറഞ്ഞു തന്നേക്കാം. 2u sin theta by g എന്ന് പറഞ്ഞേ. യു എന്തുവാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. സൈൻ തീറ്റക്കകത്ത് തീറ്റ എന്തുവാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ. ജി എന്തുവാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ആക്സലറേഷൻ ഡ്യൂ ടു ക്യാപിറ്റൽ ടി എന്താന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ടൈം ഓഫ് ഫ്ലൈറ്റ്. അപ്പൊ ഇതിലായിരിക്കും നമ്മൾ എത്താൻ പോകുന്നത്. ഇതിലായിരിക്കും എത്താൻ t is equal to 2u sin theta by g. 2u sin theta by g. ശരിയല്ലേ? നമ്മൾ ചെയ്യാൻ പോകുന്നത് ശരിക്കും ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പ്രൊജക്ടൈൽ എത്ര സമയം എടുക്കും അതിന്റെ ഫ്ലൈറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ. അതിന്റെ ഫ്ലൈറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എത്ര സമയം എടുക്കുമോ അതായിരിക്കും ടൈം ഓഫ് ഫ്ലൈറ്റ്. ശരി, ഞാനിതിനെ 2 രീതിയിൽ ചെയ്ത് കാണിക്കും. ഇഷ്ടമുള്ള രീതി നിങ്ങൾ ചെയ്യുക. ഇതിപ്പം ഒറിജിനല്ലേ? ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇതിനെ എ എന്ന് എടുക്കാം. എ, ഈ പോയിന്റിനെ ബി, മാക്സിമം ഹൈറ്റിലുള്ള പോയിന്റ്. തിരിച്ചെവിടെ എത്തുന്നു? സി. ഓക്കെ ആണോ? ഞാൻ എ തൊട്ട് ബി വരെ പോകുന്ന സമയം ടി എന്ന് പറയുക. എത്ര സമയം? സ്മോൾ ടി. അപ്പൊ ഇത് എത്ര തന്നെ ആയിരിക്കും നിങ്ങൾക്ക് അറിയാമോ? എത്ര സമയം കൊണ്ടാണ് മുകളിൽ എത്തിയത് തിരിച്ചെത്താനും അത്രയും സമയം തന്നെ. ശരിയാണോ? അപ്പൊ മൊത്തം 2t. ഞാൻ വേം ചെയ്യാം. എ തൊട്ട് ബി വരെയുള്ള മോഷൻ, എ തൊട്ട് ബി വരെയുള്ള വെർട്ടിക്കൽ മോഷൻ കൺസിഡർ ചെയ്യുന്നത്. ഏത് മോഷനാ? വെർട്ടിക്കൽ മോഷൻ. ആദ്യത്തെ 2 എണ്ണവും ഡിറൈവ് ചെയ്യുന്ന വെർട്ടിക്കൽ മോഷൻ മാത്രം കൺസിഡർ ചെയ്തിട്ടായിരുന്നു. ക്ലിയർ ആണ്? ശരി. അപ്പൊ ഒരു കാര്യം ചെയ്യട്ടെ, ഇവിടുന്ന് ഇവിടെ വരെ പോകാൻ എടുക്കുന്ന സമയമല്ല എനിക്ക് അറിയേണ്ടത്. ഫ്രം എ ടു ബി നിങ്ങൾ പറയേണ്ടത് ഇനിഷ്യൽ വെലോസിറ്റി വെർട്ടിക്കൽ മോഷനിൽ കിട്ടുന്ന എത്ര? യു വൈ. എന്തുവാണ്? യു സൈൻ തീറ്റ. ആർക്കെങ്കിലും സംശയമുണ്ടോ? ഈ പറയുന്ന ബോഡി ഈ പോയിന്റിൽ എത്തുമ്പോൾ ഉള്ള ഫൈനൽ വെലോസിറ്റി എത്രയാ? 0. എത്ര? 0. അപ്പൊ വി വൈ എത്ര? 0. ശരിയാണ്. ക്ലിയർ ആണ്? ഇനി ആക്സലറേഷൻ വെർട്ടിക്കൽ മോഷനിലുള്ള എത്രയാ? മൈനസ് ജി. ആണോ? എനിക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തുവാ? ടി അല്ലേ? അപ്പം വി ഉണ്ട്, യു ഉണ്ട്, എ ഉണ്ട്, ടി ആണ്. ഏത് ഇക്വേഷൻ ഓഫ് മോഷൻ? അപ്പം വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്നല്ലേ? വൈ 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 വൈ. ശരിയാണോ? എടാ വി വൈ എത്ര? 0 ഈസ് ഈക്വൽ ടു യു വൈ എത്ര? ഇൻറ്റു ടി പ്ലസ് എ വൈ എത്ര? മൈനസ് ജി. ആണോ? എ വൈ ആക്സലറേഷൻ വെർട്ടിക്കൽ മോഷനിലുള്ള ഇൻറ്റു ടി ആണോ? അപ്പൊ 0 ഈസ് ഈക്വൽ ടു യു. സോറി, ഇവിടെ ടി ഇല്ല, തെറ്റിപ്പോ. ഇവിടെ യു മാത്രല്ലേ ഉള്ളൂ. യു പ്ലസ് 18 അല്ലേ? അപ്പൊ യു വൈ എത്ര? യു സൈൻ. ശരിയാണോ? അപ്പൊ എന്ത് കിട്ടും? യു സൈൻ തീറ്റ മൈനസ് ജി ടി എന്ന് കിട്ടുമോ? അതായത് യു സൈൻ തീറ്റ എന്തുവാന്ന് കിട്ടും? ജി ടി. അവിടുന്ന് ടി എന്ത് കിട്ടും? യു സൈൻ കിട്ടുമോ? എടാ ജി താഴെ കൊണ്ടുപോവാ യു സൈൻ തീറ്റ. അപ്പൊ യു സൈൻ തീറ്റ ബൈ ജി കിട്ടും എന്ത്? ടി. അപ്പോ ഇവിടം തൊട്ട് എ തൊട്ട് ബി വരെ വന്ന സമയത്ര? യു സൈൻ തീറ്റ ബൈ ജി. അപ്പൊ ഇങ്ങോട്ട് എത്ര തന്നെ ആയിരിക്കും? യു സൈൻ തീറ്റ ബൈ ജി. ശരിയല്ലേ? അപ്പൊ എന്റെ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ 2t ആന്ന് പറഞ്ഞാൽ പോരെ? 2 സ്മോൾ ടി. സ്മോൾ ടി സ്മോൾ ടി മൊത്തം എത്ര? 2t. അപ്പൊ 2 ഇൻറ്റു യു സൈൻ തീറ്റ ബൈ ജി. കിട്ടിയോ ടൈം ഓഫ് ഫ്ലൈറ്റ്? കിട്ടിയോ ടൈം ഓഫ് ഫ്ലൈറ്റ്? കിട്ടിയോ? ഇനി ഇങ്ങനെ രണ്ടായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഒറ്റയായിട്ടും ചെയ്ത് നോക്കിയാലോ? ഞാൻ എ തൊട്ട് സി വരെയുള്ള മോഷൻ എടുക്കട്ടെ. എവിടെ നിന്ന് പറയാ? എ തൊട്ട് സി വരെയുള്ള വെർട്ടിക്കൽ മോഷൻ എടുക്കാൻ പോകും. ഓക്കെ ആണോ? പറ. വെർട്ടിക്കൽ മോഷനിൽ ഇനിഷ്യൽ വെലോസിറ്റി വെർട്ടിക്കൽ മോഷൻ ഉള്ളത് യു സൈൻ തീറ്റ, ആക്സലറേഷൻ മൈനസ്. ശരിയാണോ ഞാൻ പറഞ്ഞത്? ഇനി ഡിസ്പ്ലേസ്മെന്റ് വൈ ആക്സിസിലുള്ളത് എത്ര പറയാം ആർക്കെങ്കിലും? ഇവിടുന്നാണോ എറിഞ്ഞത് ബോഡി?
തിരിച്ചുവിടല്ലേ വന്നത്? വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് വല്ലതും ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടോ വെർട്ടിക്കൽ? ഇല്ല. ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ എറിഞ്ഞ് എവിടെ നിന്നാണോ അവിടെ തന്നെ തിരിച്ചു വന്നില്ലേ? അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല. വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല. അപ്പൊ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് എത്ര? ശരിയാണ്. ഇനി ഇവിടുത്തെ ടൈം എത്ര? ടൈം ഓഫ് ഫ്ലൈറ്റ് അല്ലെ? അപ്പം യു അല്ലെ, എ എസ് ടി, ഇതൊക്കെ ഉള്ള ഇക്വേഷൻ ഓഫ് മോഷൻ ഏതാണ്? എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ആണോ? എസ് വൈ അല്ലേ, യു വൈ അല്ലേ, എ വൈ അല്ലേ? ഇട്ട് കൊടുക്കാലോ. എസ് വൈ 0 ആണോ? യു വൈ എത്ര? യു വൈ യു സൈൻ സ്മോൾ ടി ടൈം ഓഫ് ഫ്ലൈറ്റ് അല്ലേ, പ്ലസ് ഹാഫ് ഇൻറ്റു എ വൈ മൈനസ് ജി അല്ലേ, സ്മോൾ ടി സ്ക്വയർ അതായത് ക്യാപിറ്റൽ ടി സ്ക്വയർ അല്ലേ? അതായത് എനിക്ക് യു സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഹാഫ് ജി ടി സ്ക്വയർ എന്ന് എഴുതാം. ഇത് മൈനസ് ടേം ഉള്ളട്ടോ, ഇത് ഞാൻ അപ്പുറത്തുണ്ട്. അപ്പൊ പോസിറ്റീവ് ടേം ആണോ? ആവോ? ഇങ്ങോട്ട് നോക്കിക്കോ. അതായത് ഞാൻ പറഞ്ഞു വന്നത് ഹാഫ് മൈനസ് ജി ടി സ്ക്വയർ എന്നല്ലായിരുന്നു. അതായത് 0 ഈസ് ഈക്വൽ ടു യു സൈൻ തീറ്റ ടി മൈനസ് ഹാഫ് ജി ക്യാപിറ്റൽ ടി സ്ക്വയർ എന്നല്ലേ? ആണോ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഈ മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ അപ്പുറത്ത് കൊണ്ടു. അപ്പൊ ഇത് കിട്ടും ഹാഫ് ജി ക്യാപിറ്റൽ ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സൈൻ തീറ്റ ടി. കിട്ടിയോ? എടാ ഇവിടുന്ന് ഒരു ടി അങ്ങ് പോയില്ല അപ്പുറം. ശരിയാണോ? 2 യുവിന്റെ കൂടെ മൾട്ടിപ്ലൈ ആലോ. അപ്പം അപ്പുറത്ത് 2u സൈൻ തീറ്റ അല്ലെ? ഇവിടെ ടി ഉണ്ടല്ലോ, ജി ഉണ്ടായിരുന്നു, അതിനെ താഴോട്ടം കൊണ്ടുപോകും. കിട്ടിയോ? ആൻസർ കിട്ടിയോ? ഒറ്റ ഒരു തന്നെ കിട്ടിയില്ല, ഒറ്റ മോശം തന്നെ. ഏതൊട്ട് സി വരെയുള്ള കണ്ടുപിടിച്ചങ്ങ് ചെയ്തുണ്ട്. ഇനിയും പറയാം എളുപ്പം ഏതാ? ചിലർക്ക് അത് ഇഷ്ടപ്പെടത്തുള്ളൂ, ചിലർക്ക് ഇത് ഇഷ്ടപ്പെടത്തുള്ളൂ. ഇതിനകത്ത് പ്രത്യേകിച്ച് പാടുന്നില്ല. ഏതൊട്ട് സി വരെയുള്ള മോഷൻ കൺസിഡർ ചെയ്യുക. എസ് ഇസിക്കൽ ഡ്യൂ ടി പ്ലസ് ഹാഫ് ടി സ്ക്വയറിന് ആൻസർ കിട്ടും. മറ്റേനകത്ത് നിങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യുന്നറിയോ, ഇവിടം വരെയുള്ള കണ്ടുപിടിച്ചിട്ട് ഇതാ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് എഴുതി വെക്കും. സ്മോൾ ടി നിങ്ങൾ കണ്ടുപിടിക്കും, യു സൈൻ തീറ്റ ബൈ ജി, ഇതാ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് എഴുതി വെച്ചു. ആണോ? ഹാഫ് വഴിയിലുള്ള മാത്രമേ ടൈം ആയുള്ളൂ, ബാക്കി ഹാഫിന്റെ ടൈം ഉണ്ട്. അതുകൂടെ വേണം പറയാൻ ഒരുമിച്ച്. ആൻസർ കിട്ടേണ്ടത് എന്തുവാണ്? അതിന്റെ അവസാനം 2u സൈൻ തീറ്റ. അപ്പൊ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ത് കിട്ടണം? കിട്ടിയല്ലോ, നോട്ട് ചെയ്തോ. എന്തോ രണ്ട് ഇഷ്ടമുള്ള. അടുത്ത് നമുക്ക് സെക്കൻഡ് ഡിറൈവ് ചെയ്യേണ്ടത്. നമ്മൾ ടൈം ഓഫ് ഫ്ലൈറ്റ് ഡിറൈവ് ചെയ്തില്ലേ? എന്തായിരുന്നു ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഇക്വേഷൻ? ടി ഈസ് ഈക്വൽ ടു 2u ടി എന്തുവാ? യു എന്തുവാ? തീറ്റ എന്തുവാ? ആംഗിൾ ഓഫ് ജി. രണ്ടാമത് ഡിറൈവ് ചെയ്യേണ്ടത് മാക്സിമം. മാക്സിമം ഏതാ ലെറ്റർ യൂസ് ചെയ്യേണ്ട? എച്ച്. എന്താ മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്റെ പ്രൊജക്ടൈൽ അറ്റൈൻ ചെയ്യാൻ പോകുന്ന ഏറ്റവും കൂടിയ ഹൈറ്റ്. അത് ഇതല്ലേ മാക്സിമം ഹൈറ്റ്? ഇതല്ലേ കണ്ടുപിടിക്കണ്ടേ? അപ്പൊ ഞാൻ മോഷൻ എ തൊട്ട് ബി വരെയുള്ള നോക്കിയാൽ പോരെ? ഞാൻ എ തൊട്ട് ബി വരെയുള്ള മോഷൻ നോക്കിയാൽ പോരെ? അതിൽ ഏത് മോഷൻ? വെർട്ടിക്കൽ മോഷൻ. ഏത് മോഷനാ? പറ. ഇനിഷ്യൽ വെലോസിറ്റി വെർട്ടിക്കൽ ആയിട്ട് കിട്ടുന്ന ഏതാ? യു ബൈ യു സൈൻ തീറ്റ. ആർക്കും ഡൗട്ട് ഉണ്ടോ? വെർട്ടിക്കൽ മോഷനിലെ ഇനിഷ്യൽ വെലോസിറ്റി യു സൈൻ തീറ്റ. ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? വെർട്ടിക്കൽ മോഷനിൽ എ വൈ ആക്സലറേഷൻ എത്രയാ? മൈനസ് ജി ആണോ? മൈനസ്. ഇനി ഡിസ്പ്ലേസ്മെന്റ് വെർട്ടിക്കൽ ആയിട്ട് എത്ര പാടുള്ളൂ? ഇത്രയല്ലേ പാടുള്ളൂ ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? എടാ ഇതല്ലേ ഡിസ്പ്ലേസ്മെന്റ്, എച്ച് ഹൈറ്റ്. ഇതാ ഇനിഷ്യൽ, ഇതാ ഫൈനൽ പൊസിഷൻ. കണ്ടില്ലേ? വെർട്ടിക്കൽ ആയിട്ട് നോക്കിയാൽ ഇത്രയാണ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ എസ് വൈ എത്ര? എച്ച് അല്ലേ? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിക്കൽ ആയിട്ടല്ലേ നിങ്ങൾ നോക്കുന്നത്. ഇത് ഇനിഷ്യൽ, ഇതല്ലേ ഫൈനൽ. അപ്പൊ അതാണ്ട് ഇത്രയും, ഇതല്ലേ എച്ച് ആണോ? ക്ലിയർ ആയല്ലോ? അപ്പം വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് എത്ര? എച്ച്. ശരിയാണോ? ഇനി ഫൈനൽ വെലോസിറ്റി എത്ര എന്ന് പറഞ്ഞ വി ബൈ. ഇവിടെ എത്തുമ്പോൾ ഫൈനൽ വെലോസിറ്റിന്റെ ബോഡിയുടെ നിങ്ങളൊരു കല്ലെറിയുന്നു, ഒരു ബോൾ എറിയുന്നു, പൊന്തി 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 ഏറ്റവും മാക്സിമം ഹൈറ്റ് എത്തുമ്പോ പിന്നല്ലേ കൂടി പോകുന്നു. മാക്സിമം ഹൈറ്റിൽ വെലോസിറ്റി എത്ര? അതാണ് 0. ഈ 4ഉം കൂടെ വരുന്നത് ഏത് ഇക്വേഷൻ? വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ആണോ? അപ്പൊ വി വൈ അല്ലേ, യു വൈ അല്ലേ, എ വൈ അല്ലേ, എസ് വൈ അല്ലേ? പറ. വി വൈ സ്ക്വയർ. വി വൈ എത്ര? അപ്പൊ 0 സ്ക്വയർ അല്ലേ, മൈനസ് യു വൈ എത്ര? അപ്പൊ യു സൈൻ തീറ്റയുടെ സ്ക്വയർ അല്ലേ, ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എ വൈ എത്ര?
SY എത്ര? 0. എത്ര? SY എത്ര? അപ്പൊ ഇവിടെ മൈനസ് ഉണ്ടല്ലോ, ഈ മൈനസും അപ്പുറത്തെ മൈനസ് കൂടെ പോകത്തില്ലേ? എടാ യു സൈൻ തീറ്റയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 2gh. h ഇവിടുന്ന് കിട്ടുമല്ലോ, h ഇവിടെ നിർത്തി 2g താഴെ കൊണ്ടുപോവാ. യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g ഈസ് ഈക്വൽ ടു h. ക്ലിയർ ആയി പറഞ്ഞു? മാക്സിമം ഹൈറ്റ് കിട്ടിയില്ലേ? അപ്പൊ മാക്സിമം ഹൈറ്റിന്റെ ഇക്വേഷൻ എന്തുവാ? യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ. ക്ലിയർ ആയോ? പറഞ്ഞത് ക്ലിയർ ആയോ? അപ്പൊ മാക്സിമം ഹൈറ്റിന്റെ ഇക്വേഷൻ യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g. ക്ലിയർ? ടൈം ഓഫ് ഫ്ലൈറ്റ് എത്ര ആയിരുന്നു? 2u സൈൻ തീറ്റ ബൈ എത്ര? മാക്സിമം ഹൈറ്റ് എത്ര? സൈൻ സ്ക്വയർ തീറ്റ ബൈ. എളുപ്പമല്ലേ? മാക്സിമം ഹൈറ്റ് കിട്ടിയില്ലേ? എഴുതിട്ടോ. നോക്കിയേ, നമുക്കിനി അടുത്ത നെക്സ്റ്റ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ കണ്ടുപിടിക്കേണ്ടത് ഹൊറിസോണ്ടൽ റേഞ്ച് അല്ലേ? ഹൊറിസോണ്ടൽ ആയിട്ട് എത്ര റേഞ്ച് ഉണ്ട്, എന്റെ പ്രൊജക്ടൈലിന് എത്ര റേഞ്ച് ഉണ്ട് എന്നാണ് കണ്ടുപിടിക്കുന്നത്. അത് മാക്സിമം എത്ര ഹൊറിസോണ്ടൽ ആയിട്ട് ഡിസ്പ്ലേസ് ചെയ്യുന്നു എന്റെ പ്രൊജക്ടൈൽ അല്ലേ? അപ്പൊ ഞാനിവിടെ ഏത് മോഷനാണ് കൺസിഡർ ചെയ്യേണ്ടത്? ഹൊറിസോണ്ടൽ മോഷൻ. അപ്പൊ ഞാനിവിടെ എടുക്കാൻ പോകുന്നത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള മോഷൻ ആയിരിക്കും. ഹൊറിസോണ്ടൽ മോഷൻ പറ. ഹൊറിസോണ്ടൽ മോഷനിൽ കിട്ടുന്ന ഇനിഷ്യൽ വെലോസിറ്റി ux എത്ര? എത്ര? ശരിയാണോ? ആക്സലറേഷൻ എക്സ് ആക്സിസിലോട്ട് ഉണ്ടോ? ഇല്ല, 0. ശരിയാണോ? ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഇനി ഇവിടം തൊട്ട് ഇവിടം വരെ പോകാനായിട്ട് എടുക്കുന്ന സമയം എത്രയാണ്? ടൈം ഓഫ് ഫ്ലൈറ്റ് അല്ലേ? എടാ ഇവിടം തൊട്ട് ഇവിടം വരെ എത്താനുള്ള സമയം ടൈം ഓഫ് ഫ്ലൈറ്റ് അല്ലേ? എഴുതി വെച്ചു. ക്ലിയർ ആണല്ലോ? ഇനി ഡിസ്പ്ലേസ്മെന്റ് എക്സ് ആക്സിസ്. ഡിസ്പ്ലേസ്മെന്റ് എക്സ് ആക്സിസ് എത്രയാണ്? ഇവിടം തൊട്ട് ഇവിടം വരെ അല്ലേ? എത്ര? 0 ആണ്. ഹൊറിസോണ്ടൽ ആയിട്ട് നോക്കിക്കേ, ഇവിടം തൊട്ട് ഇവിടം വരെ ഉള്ള നമ്മൾ വെർട്ടിക്കൽ ആയിട്ട് നോക്കുന്നില്ല, നമ്മൾ ഹൊറിസോണ്ടൽ ആയിട്ടേ നോക്കുന്നുള്ളൂ. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? ഇത് ഇനിഷ്യൽ, ഇത് ഫൈനൽ. ഇടയ്ക്കുള്ള ദൂരം എത്ര? റേഞ്ച് R അല്ലേ? അങ്ങനെയാണ് SX എത്ര? S ഉണ്ട്, U ഉണ്ട്, A ഉണ്ട്, T ഉണ്ട്. ഏതാ ഇക്വേഷൻ? S is equal to UT plus T square. ആണോ? SX അല്ലേ? UX അല്ലേ? AX അല്ലേ? ആണോ? ക്ലിയർ ആണല്ലോ? SX എത്രയാണ്? ശരിയാണോ? UX U cos theta. ഈ സ്മോൾ ടി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ടി അല്ലേ? ടൈം ഓഫ് ഫ്ലൈറ്റ് അല്ലേ? ഞാൻ അവിടെ 2u sin theta by g എന്ന് എഴുതിയ വിഷയമുണ്ടോ? ഇല്ലല്ലോ. ഞാൻ ടൈം ഓഫ് ഫ്ലൈറ്റ് നേരത്തെ കണ്ടുപിടിച്ച് വെച്ചേക്കോ. എത്ര? 2u sin theta by g പ്ലസ് ഹാഫ്. AX എത്ര? 0. പിന്നെ അങ്ങോട്ടുള്ള നോക്കുകയോ വേണ്ട, 0 ആയിപ്പോ. ശരിയല്ലേ? 0 ഇൻറ്റു. അപ്പൊ ഇതിനി നോക്കണ്ട, പോയി പറ. R is equal to U into U. എന്ത് കിട്ടും? U square. U into U എന്ത് കിട്ടും? Cos theta ഉണ്ടല്ലോ, 2 ഉണ്ടല്ലേ? 2 ഉണ്ട്, sin theta ഉണ്ട്, cos theta ഉണ്ട് by G. ശരിയാണോ? ശരിയാണോ? നിങ്ങൾക്ക് 2 sin theta cos theta എന്തുവാന്ന് അറിയാമോ? മാത്സിൽ പഠിച്ചതാ. 2 sin theta cos theta അറിയാമോ? sin 2 theta എന്തുവാ? sin 2 പഠിച്ചതാ. ഇത് നിങ്ങൾ പഠിച്ചതാ. ഇത് നിങ്ങൾ 100% പഠിച്ചതാ. ഞാൻ നിങ്ങളോട് ചോദിച്ചു അന്ന്, ഞാൻ നന്ദക്കേറി വന്നപ്പോ ഞാൻ കണ്ടായിരുന്നു നിങ്ങളുടെ ബുക്ക്. 2 sin theta cos theta എന്താണ്? sin 2 മാറ്റി കൊടുത്തോട്ടെ. അപ്പൊ എന്ത് കിട്ടും? R is equal to U square sin 2 theta by G. കിട്ടിയല്ലോ റേഞ്ചിന്റെ ഇക്വേഷൻ? കിട്ടിയില്ലോ റേഞ്ചിന്റെ ഇക്വേഷൻ? എടാ കിട്ടിയോ? എന്ത് കിട്ടിയത്? R is equal to U square sin 2 theta by G. ഒന്നുകൂടെ, T ടൈം ഓഫ് ലൈറ്റ് 2u sin theta by G. maximum height h U square sin square theta by 2G. R is equal to U square sin 2 theta by G. Projectile motion complete. Clear ആയ പറഞ്ഞേ? 3 മനസ്സിലായോ? എളുപ്പമല്ലയോ? ഹൊറിസോണ്ടൽ മോഷൻ എടുക്കാവേ. ഡിസ്പ്ലേസ്മെന്റ് മനസ്സിലായാൽ R ആണ്.